പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ VBS ഈ മാസം പ്രാർത്ഥനാ മാസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമായിട്ടിത് മാറാൻ പോകുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ വലിയ റിസൾട്ടുകൾ ഉണ്ടാകാൻ പോകുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അഞ്ചാം ദിവസം, ഇന്ന് 5-ാം ദിവസമാണ്. ഇന്നത്തെ ഒരു സന്ദേശത്തിനായിട്ട് നമുക്ക് അല്പസമയം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവരെ ദൈവം തേടുന്നു. ആമേൻ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജനത്തെ വിടുവിക്കാൻ, ദൈവപ്രവർത്തിക്കായി പ്രാർത്ഥിക്കുന്ന ചിലരെ നമ്മുടെ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. ആമേൻ. നമുക്ക് ഒരുപാട് പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, പാടുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അനേകർ നമുക്കുണ്ട്. പക്ഷേ ദൈവം അന്വേഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന ചിലരെ. ആരും അറിയാതെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം തേടുകയാണ്. എന്താണ്? യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ദൈവത്തിൻ്റെ ഒരു സങ്കടമാണ് അവിടെ പറയുന്നത്. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ഒരു സങ്കടമാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ ഒരാളെ ഇടിവിൽ നിൽക്കാൻ ഞാൻ അന്വേഷിച്ചു. അരുത് കർത്താവ്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? കർത്താവ് എന്തിനാ അങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഇതിൽ വാഴാൻ ദൈവം മനുഷ്യവർഗത്തെ ആക്കി വെക്കുകയാണ്. അപ്പോൾ ദൈവം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു മനുഷ്യനിലൂടെയാണ് ദൈവം എപ്പോഴും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ചെങ്കടൽ പിളർക്കാൻ ദൈവത്തിന് മോശയുടെ സഹായമൊന്നും ആവശ്യമില്ല. പക്ഷേ മോശയോട് പറയുക, നീ ഒന്ന് കൈ നീട്ടിക്ക്, നിന്നിലൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും മനുഷ്യനിലൂടെയാണ് ദൈവം ചെയ്യുന്നത്. ആമേൻ. നമ്മൾ എന്നെ കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു ദൈവദാസനിലൂടെ ആയിരിക്കും, നിങ്ങളുടെ സഭാപാസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിക്കും. ഏതെങ്കിലുമൊക്കെ മനുഷ്യരിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം വിടുതലുകളെ അയക്കുന്നത്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കാനും ദൈവം ചിലരെ അന്വേഷിക്കുകയാണ്, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുക. എന്താണ്? ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ. ദൈവത്തിൻ്റെ കോപം ദേശത്തിന് നേരെ തിരിയുമ്പോൾ, കർത്താവേ നീ ഒന്ന് മനസ്സലിയണമേ, ദേശത്തോട് കരുണ ചെയ്യണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കാൻ ചിലരെ ദൈവം അന്വേഷിക്കുകയാണ്. കാരണം അത്രമേൽ അകൃത്യം നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദേശത്തിന് വേണ്ടി കരയാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരാളെ ദൈവം അന്വേഷിക്കുന്നു. അത് നമ്മളൊക്കെ ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ആദ്യം തിരുവെഴുത്തിൽ വായിച്ചത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാം, നമ്മൾ ഉൽപ്പത്തി 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദേശത്തിലൊരു ക്ഷാമം വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അബ്രഹാമും സാറയും കൂടെ ഗരാറിലേക്ക് പോകുന്നു. അവിടെ അബിമേലെക്കിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അവർ തമ്മിലൊരു ധാരണയിലെത്തിയിട്ടാണ്, നീ എന്നെ സഹോദരൻ എന്ന് വിളിക്കണം, ഞാൻ നിൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഒരു അഭിനയത്തിലൂടെയാണ് ഇവർ ആ ദേശത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് സാറ സുന്ദരി എന്ന് കണ്ട് അബിമേലെക്ക് സാറയെ തട്ടിക്കൊണ്ടുപോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവളെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ദൈവം അനുവദിക്കാതെ ഒരു ദൈവം ഇതിനെ തൊടാൻ ആർക്കും കഴിയില്ല. ഏത് രാജാവായാലും ദൈവം അനുവദിക്കാതെ തൊടാൻ കഴിയില്ല. അപ്പോൾ ദൈവം തൊടാൻ അനുവദിക്കാതെ രാത്രിയിൽ അബിമേലെക്കിനോട് കർത്താവ് ഇടപെടുകയാണ്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവനൊരു പ്രവാചകനാകുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നത്, നീ ജീവനോടെ ഇരിക്കാൻ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അവനൊരു ദൈവം തന്നെ ഒരു അഡ്രസ്സ് ചെയ്യാണ്. അവനൊരു പ്രവാചകനാണ്. ഹല്ലേലൂയ. നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേരൊക്കെ വെക്കുമ്പോൾ പാസ്റ്റർ, അല്ലേ, പ്രവാചകൻ, അപ്പോസ്തലനൊക്കെ നമ്മളൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ ദൈവം തന്നെ നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവനൊരു പ്രവാചകനാണ്. അവനെ തൊടാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അവൻ്റെ ഒരു കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തനെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ കർത്താവ് പറയുന്നത്, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്ന പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരാളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, അല്ലെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ വിളിക്കുമ്പോൾ
ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫുൾ കവറേജ് ഇൻഷുറൻസ് പോലെയാണ്. അവൻ്റെ കുടുംബത്തിലെ മുഴുവൻ വിടുതലാണ്. എനിക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു രോഗം വന്നാൽ അവന് രോഗം വന്നാൽ, അവൻ്റെ ഭാര്യയ്ക്ക് രോഗം വന്നാൽ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാൽ, അവൻ്റെ അപ്പനും അമ്മയ്ക്ക് രോഗം വന്നാൽ, ഇത്രയേ ഉള്ളൂ. അത്രയും കവറേജ് ഉണ്ടാവും. അതിന് പൈസ മടക്കി കൊടുക്കും സർക്കാർ, അതിൻ്റെ ചികിത്സാ ചെലവ്. പക്ഷേ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ പത്രോസ് യേശുവിൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് അമ്മായിയമ്മയെ പോലും സൗഖ്യമാക്കുകയാണ്. അവർ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവിക ഇടപെടൽ അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് അവനൊരു പ്രവാചകനാണ്. ഇനി എന്താണ്, നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ അത് പറഞ്ഞാൽ എൻ്റെ കൈ നിൻ്റെ മേൽ വീഴുന്നതിന് മുമ്പേ അവനോട് പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ രാജാവാണെന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. രാജാവൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, തിരുവെഴുത്ത് നമ്മളിങ്ങനെ വായിക്കുന്നത്, സങ്കീർത്തനങ്ങളിൽ അവർ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു, അങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വിഷയം ഏത് രാജാവാന്നുള്ളതല്ല. അവർ യാത്ര ചെയ്ത് പോകുന്ന, ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് പോകുന്ന ഇടത്ത് ഏത് രാജാവെന്നും ദൈവത്തിന് വിഷയമില്ല. അവൻ രാജാക്കന്മാരെ ശാസിക്കുക തൻ്റെ ജനനിമിത്തം. ഇവിടെ പറയുന്നത് നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ കുടുംബത്തിലൊക്കെ തലമുറകൾ ഉണ്ടാകാനായിട്ട് അബ്രഹാം നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാം നിന്ന് പ്രാർത്ഥിക്കുക തലമുറകൾ ഉണ്ടാകാൻ. യഥാർത്ഥത്തിൽ ആ സമയത്ത് അബ്രഹാമിന് തലമുറയില്ല, പക്ഷേ താൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കുക. യഥാർത്ഥത്തിൽ നമ്മൾക്ക് വിടുതലുണ്ടോ ഇല്ലേ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ മേലുള്ള അഭിഷേകം, നമ്മുടെ മേലുള്ള ദൈവകൃപ മറ്റുള്ളവരെ വിടുവിക്കുന്നതാണ്. ആമേൻ. ഇപ്പോൾ പൗലോസിന് ഒരു ശൂലം ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു, പക്ഷേ ഒരുപക്ഷെ അത് രോഗമായിരിക്കും. അതെവിടെ ഇരിക്കുമ്പോൾ തന്നെ പൗലോസിനാൽ അനേകർ സൗഖ്യമാകുക, പൗലോസിനാൽ അനേകർ വിടുവിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിടുതൽ വന്നോ ആദ്യം അതല്ല നമ്മൾ നോക്കണ്ടേ, നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നോക്കി നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ വിടുതലുകൾ നടക്കാൻ തുടങ്ങും. അടുത്തത് യെഹെസ്കേൽ പ്രവചനത്തിൽ വേറൊരു വാക്യം നമ്മൾ കാണുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. യെഹെസ്കേൽ 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, യഹോവ അവനോട് നീ നഗരത്തിൻ്റെ നടുവിൽ ചെന്ന്, യെരൂശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അവിടെ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളമിടുക. ആമേൻ. ഇവിടെ യെഹെസ്കേലിനെ ദൈവം തൻ്റെ യെരൂശലേമിലുള്ള അതിൻ്റെ അവസ്ഥകളെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ വായിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, യഹോവയുടെ ദൈവത്തിൻ്റെ മഹത്വം കെരൂബുകളുടെ നടുവിൽ നിന്ന് പുറത്തുപോയി ആലയത്തിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് പോയിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടത് ആ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കേണ്ട ആ മഹത്വം, കെരൂബുകളുടെ നടുവിലിരിക്കേണ്ട ദൈവത്തിൻ്റെ ഗ്ലോറി, അത് അവിടുന്ന് പൊങ്ങിയിട്ട് അതങ്ങ് ഇറങ്ങിപ്പോവുകയാണ്, ആലയത്തിൻ്റെ ഉമ്മറപ്പടി വരെ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യായവിധി തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ നഗരത്തിന് നടുവിൽ ചെന്ന്, യെരൂശലേമിന് നടുവിൽ ചെന്ന് അവിടെ നടക്കുന്ന സകല മ്ലേച്ഛതകൾ. അപ്പോൾ അവിടെ മ്ലേച്ഛതയുടെ കൂടാരമായി മാറി അവിടം. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ആസ്വദിക്കുന്ന കുറേ പേര്, ഇതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന കുറേ പേര്, പക്ഷേ അതിൻ്റെ നടുവിൽ നെടുവീർപ്പെട്ട് കരയുന്ന ചിലരെ കർത്താവ് തേടുകയാണ്. കർത്താവ് പറയാം, അവരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇട്ടേക്കണം, അവരെ തൊടാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവം ചിലരെ തേടുന്നുണ്ട്, നെടുവീർപ്പെട്ട് കരയാൻ. നമ്മുടെ സഭകളിൽ നടക്കുന്ന, നമ്മുടെ ദേശത്ത് നടക്കുന്ന അനീതികൾ, അക്രമങ്ങൾ, സകല മ്ലേച്ഛതകൾ എല്ലാം കണ്ടിട്ട് ഒന്ന് കരയാൻ, ദൈവത്തോടൊന്ന് നിലവിളിക്കാൻ ദൈവം ചിലരെ തേടുകയാണ്. അങ്ങനെ കരയുന്നവരുടെ നെറ്റിയിൽ ദൈവം നിശ്ചയമായിട്ട് ഒരു അടയാളമിടും. നമ്മുടെ ദൈവം അടയാളമിടുന്ന ദൈവമാണ്, അടയാളമിടുന്ന ദൈവമാണ്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ കയ്യിൻ്റെ നെറ്റിയിൽ ഒരു അടയാളമിടുകയാണ് ദൈവം. അവനെ ആരും തൊടാതിരിക്കാൻ. ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടാരങ്ങളുടെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും അടയാളമിടുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ അടയാളമിട്ട് മാറ്റി നിർത്തുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ദേശത്തിന് വേണ്ടി കരയുന്ന, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അടയാളമിട്ട് മാറ്റിവെക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അടയാളം നമ്മുടെ മേൽ വീഴട്ടെ. ദേശത്തിന് വേണ്ടി കരയുന്ന ചിലർ. ഒരു വാക്യം കൂടി വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ കൂതന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും, എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. എന്നിട്ട് പറയുന്നത്, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ അവർ പ്രവാസത്തിലിരിക്കുന്ന കാലമാണ്.
ഇസ്രായേൽ ജനം പ്രവാസത്തിലിരിക്കുന്ന കാലമാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയൊക്കെ അവർ പോകുന്ന ആ കാലഘട്ടമാണ്. ആ സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെ ഒരു മനുഷ്യൻ എഴുതേക്കുകയാണ്. ഹാമാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എഴുതേക്കുകയാണ്. ആ മനുഷ്യൻ അദ്ദേഹം എല്ലാ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്ന, ആരാധന ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്, നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഒറ്റ കാര്യം അവിടെ വന്നത്, ഒറ്റ പ്രശ്നം വന്നത്, മൊർദെഖായി. ഹാമാൻ വരുമ്പോൾ മൊർദെഖായി മാത്രം കുമ്പിട്ടില്ല. ആമേൻ. ഈ എല്ലാവരെയും കുമ്പിടാനും എല്ലാത്തിനെയും നമസ്കരിക്കാനും എല്ലാത്തിനും യെസ് പറയാനും അല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആമേൻ. നമുക്കൊരു വ്യക്തമായ ഒരു അഭിപ്രായം. അതുപോലെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ തിരുവഴുത്ത് നമുക്ക് തരുന്ന ആ നിയോഗത്തിൽ മാത്രം നീങ്ങാൻ ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മൊർദെഖായി അവിടെ ആയിരിക്കുമ്പോഴും മറ്റൊരു രാജ്യത്ത് അവിടെ അടിമയായിരിക്കുമ്പോൾ പോലും തൻ്റെ പ്രമാണം വിട്ടൊരു ഒരു കാര്യത്തിന് താൻ നിന്റെ ദൈവമായ യഹോവയെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കുന്നുള്ള ആ പ്രമാണം വിട്ട് അദ്ദേഹം നീങ്ങാൻ തയ്യാറാകുന്നില്ല. ഹാമാൻ വരുമ്പോൾ ഈ മനുഷ്യൻ മുഴങ്കാൽ മടക്കാൻ അല്ലെങ്കിൽ വണങ്ങാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ പ്രതിസന്ധി അവസാനം എത്തിച്ചേരുന്നത് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഒടുക്കിക്കളയാൻ അവർ തീരുമാനിക്കുകയാണ്. രേഖ എഴുതപ്പെടുകയാണ്. രേഖ എഴുതപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അതിന് മുൻപേ നടത്തിയൊരു ഒരു കാര്യം, നമ്മളിവിടെ അത്ഭുതകരമായൊരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു വസ്തിരാജ്ഞിയെ ദൈവം മാറ്റി ഒരു എസ്തേറിനെ അവിടെ കൊണ്ട് ദൈവം വെക്കുക. അത് മുൻപേ ദൈവം ചെയ്യുക. ഈ പ്രതിസന്ധി വരുന്നുണ്ട്. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിക്ക് മുൻപേ ദൈവം അതിൻ്റെ പരിഹാരം ദൈവം ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. നമ്മളറിയത്തില്ല ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ മുമ്പേ തന്നെ ആ പ്രതിസന്ധി നമ്മളെ ഭരിക്കുന്നതിന് മുമ്പേ, നമ്മളെ കീഴടക്കാൻ വരുന്നതിന് മുമ്പേ ദൈവം അതിൻ്റെ നീക്കുപോക്ക് ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. എസ്തേറിനെ നേരത്തെ ദൈവം കൊണ്ടുപോയി രാജ്ഞി പദവിയിലേക്ക് ദൈവം ഉയർത്തി. ആ വസ്തിയെ അവിടുന്ന് മാറ്റി. ഹല്ലേലൂയ. അതിൻ്റെ ചെറിയ കാരണങ്ങൾ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. എസ്തേറിൻ ആ പുസ്തകത്തിൽ ദൈവം എന്ന പദമില്ലെങ്കിലും അതിലെ ഓരോ സെക്കൻഡിലും ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണുകയാണ്. ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തല്ലേ നമ്മുടെ സഭകളിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടലൊന്നും കാണുന്നില്ലെങ്കിലും നമുക്കറിയാം വരും ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഉണർവിൻ്റെ തീ കത്താൻ പോകുന്നു. നമ്മുടെ സഭകളിൽ ഒരു വലിയ ഉണർവിൻ്റെ തീ കത്താൻ പോകുന്നു. നമ്മൾ വിചാരിക്കും ഇതൊന്നും ദൈവം കാണുന്നില്ലേ, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നത്, പിടിച്ചനാവശ്യമായിട്ട് ജയിലിടുന്നത്, ഇതൊന്നും ദൈവം കാണുന്നില്ലേ? നമ്മുടെ ദേശത്ത് ഓരോ ദിവസവും പത്രവാർത്തകളിൽ നിറയുന്ന അക്രമങ്ങൾ, അനീതികൾ ദൈവം കാണുന്നില്ലേ? നമ്മുടെ സഭകളിൽ നടക്കുന്ന അനീതികൾ, ഓരോ ദിവസവും സഭകളെക്കുറിച്ച് വരുന്ന വാർത്ത, ഇതൊന്നും ദൈവം കാണുന്നില്ലേ? പക്ഷേ ഞാൻ പറയാം, ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. ഇതിനകത്തൊക്കെ ദൈവം ഒരു മറുപടി ദൈവം അയക്കാൻ പോകുന്നു, ഒരു നീക്കുപോക്ക് ദൈവം അയക്കാൻ പോകുന്നു. അതിനുവേണ്ടി കരയുന്നവരെ ദൈവം അന്വേഷിക്കുന്നു. പക്ഷേ എസ്തേറിന് സംഭവിച്ചൊരു കാര്യം, എസ്തേർ അവൾ കൊട്ടാരത്തിൽ ചെന്നെങ്കിലും അവൾ ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. നടക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അവൾ ബോധവതിയല്ല. അവിടെ സംഭവിക്കുന്ന മൊർദെഖായി പക്ഷേ താന് രട്ടുടുത്ത് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ നിലവിളിക്കുകയാണ്, ദൈവസന്നിധിയിൽ കരയുകയാണ്. പക്ഷേ അവളിതൊന്നും അറിയുന്നില്ല. അവസാനം അവളൊരു നല്ല വസ്ത്രമൊക്കെ മൊർദെഖായിക്ക് കൊടുത്തു വിടുകയാണ്. തൻ്റെ വളർത്തപ്പനാണ്. അപ്പം മൊർദെഖായിക്ക് കൊടുത്തു വിടുമ്പോൾ പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ദൂതന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് ഉദാഹരണ രക്ഷയുണ്ട്, എന്നാൽ നീയും നിൻ്റെ പിതൃഭാവവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളായിരിക്കുന്ന ആ പൊസിഷൻ എവിടെയായിരുന്നാലും ദൈവമാണ് നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ദൈവമാണ് നമ്മളെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഏത് സ്ഥാനത്തായാലും ശരി. ഒരുപക്ഷെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിരിക്കും, ഒരുപക്ഷെ നിങ്ങളൊരു ഓഫീസറായിരിക്കും, ഒരുപക്ഷെ നിങ്ങളൊരു ഓഫീസിലെ തൂപ്പുജോലിയായിരിക്കും. പക്ഷേ അവിടെയൊക്കെ ദൈവം നിങ്ങളെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, ഈ അവസരം നഷ്ടമായി പോകും. അവിടെ പറയുന്നത് അങ്ങനെയാണ്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ, നമ്മൾ മിണ്ടാതിരുന്നാൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? പിന്നെ ആര് കരയും? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ കർത്താവ് തേടുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കട്ടെ. XLVBSൻ്റെ ഈ ഒരു ആഹ്വാനം അതൊരു വലിയ ചലഞ്ചായിട്ട് നമ്മുടെ സഭകളിൽ അത് മുഴങ്ങട്ടെ. അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട്
എഴുന്നേൽക്കട്ടെ. കർത്താവ് അനേകരെ എഴുന്നേൽപ്പിക്കട്ടെ. പ്രാർത്ഥനാ വീരന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന, അതുപോലെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം വിളക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങയുടെ ജനത്തിനായി പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അധികം ദൈവസന്നിധിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ ദൈവം തന്ന നിയോഗങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതി മാറിയതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.